അപ്പം ഹലോ ഗൈസ്, പിടിച്ചോ. അപ്പം നമുക്ക് ഇന്ന് അതിൻ്റെ അകത്ത് കുറച്ച് മീനിനെ വാങ്ങിച്ചിടണമെന്നുണ്ട്. കുറേ നാളുകൊണ്ട് ഈ പെണ്ണ് പറയുക കുറച്ച് മീൻ വാങ്ങിച്ച് ആ ടാങ്കിൻ്റെ അകത്ത് ബക്കറ്റിൻ്റെ അകത്ത് ഇടണമെന്ന്. അപ്പം അത് വേണ്ടിയിട്ട് പോയിട്ട് വരാം ബൈ. അപ്പം ഗൈസ് നമ്മളിതാ പോവാണ്. ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പം പോയിട്ട് വരാം. ഇത് ഷോർട്ടായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചു, ഷോർട്ട് വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചു. പിന്നെ വൈകിട്ടൊരു ലോങ് വീഡിയോ ആയാലും ഏത് ഒരു ലോങ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. കുറേ നാളായി യൂട്യൂബിൽ ലോങ് വീഡിയോ ഇട്ടിട്ട് ഗൈസ്. ലോങ് വീഡിയോ എടുക്കാന്ന് കഴിയും. എന്തായാലും നമുക്ക് കാണാം. ഓക്കെ. പിള്ളേർക്ക് വഴിയൊന്നും പറഞ്ഞൂടാ, മുമ്പ് ചെയ്യാൻ നമ്മൾ വേണം എല്ലാം വഴി തെളിയിച്ചു കൊടുക്കാൻ. ഇങ്ങോട്ടോ എനിക്കറിയാമോന്ന് നോക്കാൻ വേണ്ടിട്ട് വഴി ആയിക്കോട്ടെ. ഇപ്പൊ എന്ത് മീനാണ് വാങ്ങാനുള്ള പ്ലാൻ? എനിക്ക് ഗസ് അല്ല ഐഡിയ. മോളിയോ? മോളി അമ്പാടിക്ക അതല്ല, ഏത് മീൻ വാങ്ങണം എന്നാഗ്രഹമുണ്ട്. ഗോൾഡ് ഫിഷ് പെട്ടെന്ന് ചാവും, അതാണ് കുഴപ്പം. പെട്ടെന്ന് ചാവും. ഇങ്ങോട്ട് പോണ വഴിക്ക് ഒരു വീട്ടിൽ അരാപ്പയാൻ വേണ്ടി പണ്ട് മുതലേ ഞാൻ ശ്രദ്ധിക്കാറുള്ളത്, ഒരു ജനലിന്റെ സൈഡിൽ കൂടെ നോക്കുമ്പോൾ കാണാം ഏത് വീട് നോക്കുന്നു വീട്ടില് അരാപ്പേമയോ അലിഗേറ്റർ കാണാൻ തോന്നുന്നു. പിന്നെ ഇതാണ് ഗൈസ് നമ്മൾ അക്യൂരത്തിൽ പോകേണ്ട വഴി. മൈക്കൊന്നുമില്ല, സൗണ്ടൊക്കെ വരും, അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ സൗണ്ട് ക്യാൻസലേഷൻ ഉണ്ടാകും, നമുക്ക് നോക്കാം, സെറ്റാക്കാം. നമുക്ക് കുറെ നാളായില്ലേ വീഡിയോ ഒക്കെ എടുത്തിട്ട്. എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്നാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത് ഗൈസ്. ഏത് വാങ്ങണം പറ. അലിഗേറ്റർ ഗാൾ ഇതായിരുന്നേ കാറ്റ് ഫിഷ്. ഇനി എനിക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര രസമാണ്. മോളിയുടെ അത് കോഴിക്കാർക്ക് ശർക്കര താടകം അതാ അടകം ഷാർക്ക്. നമ്മുടെ വീട്ടിൽ ഇത്ര ആയില്ലേ? ബടി നമുക്ക് ഏത് മീനാണെന്ന് അറിഞ്ഞൂടാ. ജസ്റ്റ് ഇവിടെ വന്നത് നോക്ക്, ഇത് ഭംഗിയുണ്ട് ഗൈസ്. ഇത് പണ്ട് മുതലേ ചത്തതാടി. എന്താ പ്രിസർവേറ്റീവ് വെക്കണം. പക്ഷെ ബാക്കിലോട്ട് വെളിയിട്ട പെരുവണ സാധനമാണോ? എന്താണ് വരാത്ത? ആദ്യം വിളിച്ചപ്പോ ഇത് സീബ്ര. ഇല്ല, എന്തായാലും മീൻ വാങ്ങാൻ നോക്കാം. എന്തായാലും മീൻ വാങ്ങാനായിട്ട് പോവാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. 150 രൂപയാണെന്ന് തോന്നുന്നു. വലിയ മീനല്ലേ. മീനൊന്നും വാങ്ങിച്ചാലോ, ചെറുത് നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമ്മളവിടെ കിടക്കണതാ. അതിനകത്തുണ്ട്, ഇതിന് വലുതായി. ഈ സമയത്ത് ഇതിൽ വാങ്ങിച്ചത്, വാങ്ങിച്ചത്
പക്ഷെ കൊറേ വാങ്ങിച്ച നല്ല ഭംഗിയാണ്. നമ്മളിത് 4-5 മൂന്നെണ്ണം കളർഫുൾ ആയിട്ടുള്ളതുണ്ടല്ലോ, ഗോൾഡും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ള. ഒന്നുകൂടി എടുക്കട്ടെ. രണ്ടുപേരെടുക്കോ? അതെ വേണ്ട, മറ്റേ എടുക്കാം. ചാട്ടക്കാരനാണല്ലോ ഇവൻ. മോനെ കുറെ നേരമായി കളിക്കാൻ ഗോൾഡ് ഗോൾഡ് ആയാ അങ്ങ് തരൂലേ? എല്ലാത്തിനും ഓക്കെ അല്ലേ? നീ അതാണല്ലോ ഇങ്ങനെ അവിടെ ഒരു മൂലയ്ക്ക് കൊണ്ടുവന്നാണ് കൂടി. വെള്ളയും കറുപ്പല്ല, വെള്ളയും നോക്കും. ഒന്ന് വാങ്ങിച്ചിട്ട് നോക്കാം. ഒന്ന് പോകാൻ പറ്റുമോ? ഇത് മാത്രമേ കാണുള്ളൂ, ബ്ലാക്കും ഗോൾഡും. അങ്ങോട്ട് വലുത് കിടപ്പുണ്ട്. എന്താ ചെയ്യാൻ കിട്ടിയ വെള്ളം കിട്ടി കൊറേ. അങ്ങനെ പേടിപ്പിക്കണം. ഗോൾഡും വെള്ളവും വെള്ളം കിട്ടി. അവരെ വിളിയാണ് പണ്ടത്തെ പോലെ എന്നെ എടുക്കാൻ എടുക്കാൻ മതി. അമ്മ ഇതിനൊന്നും പിടിച്ച് പക്ഷെ വെള്ളം കുറവായിരുന്നു. ഗൗരി ക്യൂറ്റഡ്. മീനുമായിട്ടൊരു ബന്ധമില്ല. പണ്ട് മീനിനെ പിടിച്ച് ഇങ്ങനെ എന്റെ കയ്യിൽ ഗപ്പി ഉണ്ടായിരുന്നു ഗൈസ്. പണ്ട് ഈ മീനിനെ കൈ കൊണ്ട് എടുത്തിട്ട് പിടിച്ച് ഞെക്കി കൊന്നവനാണ് തോമോൻ. ഒന്ന് ചിരിച്ചേ. അയ്യോ ചുമ്മാ അതിനെ പിടിച്ചെടുക്കാം. മാമി ചേച്ചി ഇത് വരണില്ല. എനിക്ക് ആ ഒരു ഗോൾഡും വൈറ്റും കൂടെ ഉള്ള വൈറ്റും കൂടെ ഉള്ളതിനാണ് വേണ്ടത്. പക്ഷെ അത് നടക്കണില്ല. അത് വെച്ച് ബാക്കി എല്ലാം എന്റെ വലയിൽ കയറി. ഇത്രയും വലിയ വല ഉണ്ടായിരുന്നില്ലേ? ആയിക്കോട്ടെ ശരി. എന്നോ ഗോൾഡും വൈറ്റും കൂടെ ഉള്ള ചേച്ചി ഇട്ട് നോക്കേ. ഇല്ല അത് വേണ്ട, അത് വെറും ഗോൾഡ് ആയിട്ടുള്ളതല്ലേ. അതിലും വെറും ഗോൾഡാണ് നടക്കണം. അമ്പാടി നോക്കട്ടെ. നമ്മൾ ഭയങ്കര വ്ളോഗറാണ്. വ്ളോഗ് സ്റ്റാർ ഗൗരിയാണ്. വ്ളോഗ് സ്റ്റാർ നിരഞ്ജന. ഗൗരിയിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. മാസ്റ്റർ പ്ലാനാണ്. മാസ്റ്റർ പ്ലാൻ.
ഗൈസ് നമ്മൾ മീൻ മേടിച്ചിട്ടുണ്ട്. ഫിഷ് ഫുഡും വാങ്ങിച്ചു. വാ മീൻ മേടിച്ചു, പുറത്തോട്ട് ഇറങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഫിഷ് ടാങ്കിൽ ഇടാം. എപ്പോഴാണോ നോക്കട്ടെ, എന്തായാലും സെറ്റാക്കാം. പൂച്ചസാറിനെ കൊണ്ടുപോയാലോ? മോർച്ചറിയോ? മോർച്ചറി ഉണ്ട്, കാണിച്ചു തരാം. മോർച്ചറിയാണേ, മോർച്ചറി. ഇപ്പൊ വരും മോർച്ചറി. മോർച്ചറിയാണ്. അല്ലെ ഒരു പാട്ട് പാട്. ഞാന് ഇവിടെ നല്ല എക്കോ ഉണ്ട്. കണ്ണന്റെ പാട്ടുണ്ടല്ലോ. കണ്ണാ നീ എന്നും കവർന്നെന്നോ പോകുന്നു. ശ്മശാനത്തിന് മോർച്ചറി ഗൈസ്, നമ്മളെ മോർച്ചറി. മോർച്ചറി മോർച്ചറി ഇനിയുണ്ട്. മോർച്ചറി ഉണ്ടോ? മോർച്ചറി മോർച്ചറി കേട്ടോ. നമ്മൾ വാങ്ങിച്ച മീൻ ഇതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു മോളി ചാടിച്ചത്ത്. ഞങ്ങള് എവിടെ ഇട്ടിട്ട് അകത്ത് വരുന്നത് കുറച്ച് ബ്രെഡൊക്കെ കഴിച്ചിട്ട് വന്നതിന്റെ ഇടയ്ക്ക് അത് ചാടിച്ചത്തു ഗൈസ്. എന്റെ 15 രൂപ പരിചയല്ലോ. അതൊന്ന് 2 എണ്ണത്തിന് 15, ഒന്നിന് 7.5 രൂപ. 7.5 രൂപ. ബാക്കിയുള്ള നമുക്ക് എന്തായാലും ഇടാം. കണ്ടിട്ട് എണ്ണ കൂടാം, മീൻ എണ്ണ കൂടാം. കുറച്ചുണ്ട്. 10 പറഞ്ഞിട്ടുണ്ട്. പോയിന്റ് ഫെയിൽഡ്. മീൻ എണ്ണി കൂടാ, മീൻ ചത്തു. നമുക്ക് ഇടാം ഓരോരുത്തരെ പിടിച്ച്. ആദ്യം നമുക്ക് കോഴി ഇടാം. അയ്യോ ചത്തു ചാടുന്നു. ആ തിന്നതൊക്കെ വെടി ശബ്ദിക്കുന്നു. കോഴിയെ കുറച്ച് അഴിച്ചിടാം. ഇത്ര വെള്ളം നനയ്ക്കണോ? കോഴി ഇട്ടിട്ടുണ്ട്. കോഴിനെ പറഞ്ഞ മോളി പോണേ എന്തിനാ മറികെ? അത് വേറെ ബന്ധമോ? അത് വേറെയാ. അതിന്റെ പേരിനെ അത് അടുത്ത് നമുക്ക് മോളിയെ പിടിച്ചിടാം. വേറെ ഇത് പെണ്ണല്ല, ഇതാണ് ആ മോറഞ്ച് പെണ്ണാണ്. ചാടിപ്പോയത് പെണ്ണായിരുന്നു. ചാട്ടം കുറച്ച് കൂടുതൽ. പെണ്ണിന് ചാട്ടം ഇച്ചിരി കൂടുതൽ. ഇനി നമുക്ക് 2 എണ്ണത്തിന് ഒരുമിച്ച് പറഞ്ഞിടാം. അത് രണ്ടിനും പേരായി ജീവിക്കട്ടെ. അപ്പൊ നമ്മൾ എല്ലാത്തിനെയും കുറച്ച് വെള്ളം അതിൽ ഒഴിക്കണ്ടേ? എല്ലാത്തിനും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം ഇങ്ങോട്ടേ കുറച്ചുകൂടെ അങ്ങനെ വെച്ചിരിക്കണേ. ഓക്കെ, അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് അതിന്റെ ആണ്. സോ അപ്പം വീണ്ടും ഒരാളെ കാണാനില്ല, അവ പോയോണ്ട്. ഇതാണ് കാട്ടാമ്പലിന്റെ തൈ വരുന്ന പോർഷൻ. കണ്ടോ, ഒരുത്തടന്ന് മുള്ളുവാ. ജസ്റ്റ് ഒന്ന് കാണിച്ചേ. കാണിക്കാൻ പറ്റൂല. അങ്ങനെയല്ല, നമ്മൾ മീനിനെല്ലാം ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.